പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൈഡിലിരിക്കുന്ന ഈ ബോക്സിലെ പേര് നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്നുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഗ്രാൻഫോസ് എന്ന് പറഞ്ഞ പ്രീമിയം പമ്പ് നിർമ്മാതാക്കളിൽ നിന്ന് CM സീരീസ് എന്ന് പറഞ്ഞ ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പിൻ്റെ ഒരു സീരീസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ആ സീരീസിൽപ്പെട്ട ഒരു പമ്പാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആ സീരീസിൽ ഏതൊക്കെ ടൈപ്പ് പമ്പുകൾ വരുന്നുണ്ട്, എത്ര HP വരുന്നുണ്ട്, എത്ര ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്, എത്രയൊക്കെ ബാത്റൂമിന് യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഡീറ്റെയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. ആദ്യം നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് കാണാം. എൻ്റെ സൈഡിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഗ്രാൻഫോസ് കമ്പനിയുടെ CM സീരീസിൽ വരുന്ന CM5-4 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇത് 0.9 HP 1.25 സൈസിൽ 35 മീറ്റർ വരെ ഹെഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പമ്പാണ് നമ്മുടെ ഈ സൈഡിലിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലോ റേറ്റ് നോക്കുകയാണെങ്കിൽ 6000, മിനിമം ഹെഡിൽ 6000, മാക്സിമം ഹെഡിൽ 1000 ലിറ്റർ ഡിസ്ചാർജ് കിട്ടുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഏകദേശ വില വരുന്നത്, ഇത് രണ്ട് മോഡലുകളിലാണ് വരുന്നത്. ഒന്ന് 24 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്, ഒന്ന് 60 ലിറ്റർ ടാങ്ക് വരുന്നുണ്ട്. ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 24 ലിറ്ററിന് ഒരു 33,000 to 35,000 ആ റേഞ്ചിലായിരിക്കും വരിക. 60 ലിറ്ററിൻ്റെ വരാൻ നേരത്ത് 39,000 to ഒരു 40,000, 42,000 ആ ഒരു റേഞ്ചിലായിരിക്കും ഏകദേശം അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരിക. ഇനി ഇതിൻ്റെ മറ്റ് മോഡലുകൾ നോക്കുവാണെങ്കിൽ ഇത് 0.7 HP പമ്പ് നമുക്ക് 24 ലിറ്റർ ടാങ്കിലും 60 ലിറ്റർ ടാങ്കിലും അവൈലബിൾ ആണ്. അതിൽ 4 സ്റ്റേജ് വരുന്ന പമ്പ് 24 ലിറ്ററിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. 5 സ്റ്റേജ് പമ്പാണെങ്കിൽ 24 ലിറ്റർ ടാങ്കിലും 60 ലിറ്ററിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 0.9 HP ഇത് ശരിക്കും 60 ലിറ്റർ ടാങ്ക് വരുന്നൊരു മോഡലാണ്. ഇത് 24 ലിറ്റർ ടാങ്കിലും അവൈലബിൾ ആണ്. രണ്ട് മോഡൽസ് ഉണ്ട്. പിന്നെ ഉള്ളത് 1.2 HP-യിൽ 24 ലിറ്റർ ടാങ്ക്, 60 ലിറ്റർ ടാങ്ക്, ഇങ്ങനെ ആണ് ഇതിൻ്റെ വേരിയൻസ് വരുന്നത്. ഇത് നമ്മൾ പമ്പ് സെലക്ട് ചെയ്യുക, നമുക്ക് എത്ര ബാത്റൂം ഉണ്ട്, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആക്സസറീസ് എന്തൊക്കെയാണ്, അതായത് നോർമൽ ഷവറാണോ, ഷവർ പാനലാണോ, റെയിൻ ഷവറാണോ, അങ്ങനെ നമ്മൾ എത്ര ബാത്റൂമാണ് അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ളതനുസരിച്ച് അതിനൊരു പ്ലാനിങ് നടത്തിയിട്ടാണ് നമ്മളൊരു പമ്പ് സെലക്ട് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള ഈ 0.9 HP 4 സ്റ്റേജ് പമ്പ്, ഇത് നമുക്ക് ഏകദേശം ഒരു 3 to 4 ബാത്റൂം വരെ, റെയിൻ ഷവറൊക്കെ ആണെങ്കിൽ 3 to 4 ബാത്റൂം വരെ ഉപയോഗിക്കാം. നമുക്കൊരു ഷവർ പാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാത്റൂമുകളുടെ യൂസേജിൻ്റെ എണ്ണം കുറയും, അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാത്റൂമുകളുടെ എണ്ണം കുറയും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, നിങ്ങൾ എപ്പോഴും വിളിക്കാൻ നേരത്ത് നിങ്ങൾ എന്തൊക്കെ ടൈപ്പ് ഷവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ ആക്സസറീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതിൽ നിങ്ങൾ എത്ര എണ്ണമാണ് അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അനുസരിച്ച് ഒന്ന് ഡീറ്റെയിൽ തരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പമ്പ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ പമ്പിൻ്റെ ഒരു ക്ലോസ് ലുക്ക് ഒന്ന് കാണാം. വരാമോ? ഓക്കെ. അപ്പോൾ എല്ലാ പ്രഷർ ബൂസ്റ്റർ പമ്പുകളും പോലെ തന്നെ ഇതിൻ്റെ മേലെ അവരൊരു NRV ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്രഷർ സ്വിച്ച് ഉണ്ട്. പ്രഷർ സ്വിച്ചിൽ നമുക്ക് ആവശ്യത്തിനുള്ള പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രഷർ വരുമ്പോൾ കട്ട് ഓഫ് ആവണം, എത്ര ഡിഫറൻസ് വരുമ്പോൾ ഓൺ ആവണം, അതെല്ലാം നമുക്ക് ഈ സ്വിച്ചിൽ കട്ട് ചെയ്യാം, അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സൈഡിൽ ഇതിനൊരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. നമ്മളപ്പോൾ സെറ്റ് ചെയ്യുന്ന ലൈൻ പ്രഷറും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലുള്ള നമ്മുടെ പ്രഷർ ഗേജിൽ അറിയാൻ പറ്റും. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റേജ് പമ്പാണ് വരുന്നത്. ഇതിൻ്റെ പമ്പ് കേസിങ് സ്റ്റീലാണ്. ബാക്കിയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു പ്രോസസ്ഡ് ടൈപ്പ് ബോഡി മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. ഇത് പെട്ടെന്ന് അതായത് കൊറോഷൻ കാര്യങ്ങളൊന്നും പെട്ടെന്ന് വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ മോട്ടറിൻ്റെ ബോഡി ആണെങ്കിലും കാസ്റ്റൈൻ ബോഡിയാണ്. ചില പമ്പുകൾ വരാൻ നേരത്ത് അലൂമിനിയം ബോഡിയിൽ പമ്പുകൾ വരുന്നുണ്ട്. ഇത് കാസ്റ്റൈൻ ബോഡി തന്നെയാണ്. അതേപോലെ ഇതിൽ ഇൻബിൽറ്റ് ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയിൽ ബിൽറ്റ് ചെയ്ത ഒരു പമ്പിൻ്റെ ഒരു ഫീലും ഒരു ലുക്കും ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇനി ഇതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ കാര്യം ഇത് അസംബിൾഡ് ഇൻ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ്. ഞാനിപ്പോൾ മറ്റു ചില ബ്രാൻഡുകൾ പരിചയപ്പെടുത്താൻ നേരത്ത്, ഇപ്പോൾ നമ്മൾ ഈ ഗ്രാൻഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻമാർക്ക് ബ്രാൻഡാണ്. അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഡെൻമാർക്കിലല്ല മാനുഫാക്ചർ ചെയ്യുന്നത്. ചില പ്രോഡക്ട്സ് ഇതേപോലെ തന്നെ ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിൽ അസംബിൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ബ്രാൻഡ്, നമ്മുടെ എന്താ പറയുക, ഒരു ബ്രാൻഡിൻ്റെ ബേസ് കൺട്രി ഏതാണെന്ന് വെച്ച് നമ്മൾ അതേ കൺട്രി തന്നെ അത് മാനുഫാക്ചർ ചെയ്യണമെന്നില്ല. എന്നാൽ ഇതിൻ്റെ ചില പമ്പുകൾ ഡെൻമാർക്കിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും, ചിലത് സെർബിയയിൽ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ പരിചയപ്പെടുത്തിയ സ്കാല എന്ന് പറഞ്ഞ മോഡൽ സെർബിയയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ കമ്പനി എവിടെയാണോ അവിടെ തന്നെ അത് മാനുഫാക്ചർ ചെയ്യണമെന്നില്ല. അത് പല പല സ്ഥലങ്ങളിലായിരിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുക.
ഏതൊരു ഗ്രാൻഫോസ് പമ്പ് എന്ന പോലെ തന്നെ ഇതും സൈലൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഓപ്പറേഷൻ എല്ലാം. നമുക്ക് കേൾക്കാൻ പറ്റുന്നതിൽ ഒരു ചെറിയ സൗണ്ട് മാത്രം ഉണ്ടാവുള്ളൂ അത് പ്രവർത്തിക്കാൻ നേരത്ത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഗ്രാൻഫോസ് എന്ന് പറഞ്ഞ പേര് തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി. അതായത് ഗ്രാൻഫോസ് എപ്പോഴും അവരുടെ ക്വാളിറ്റി കമ്പയർ ചെയ്യുന്നത് അവരോട് തന്നെയാണ്. അതായത് ഗ്രാൻഫോസ് ക്വാളിറ്റി എന്നാണ് പറയുക. അപ്പോൾ ക്വാളിറ്റിയുടെ ഒരു അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്രാൻഫോസിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റീനെ കുറിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗ്രാൻഫോസ് എന്ന പേര് തന്നെയാണ് അതിനുള്ള ഗ്രാൻഫോസ് എന്ന പേര് തന്നെയാണ് ആ ക്വാളിറ്റി. എല്ലാ ഗ്രാൻഫോസ് പമ്പുകൾക്ക് എന്ന പോലെ തന്നെ ഈ പമ്പും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ചില പ്രശ്നങ്ങൾ വരുന്നത് ചിലർ ഓൺലൈൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതിന് കമ്മീഷനിങ് നടത്താൻ പറ്റില്ല. അങ്ങനെ കമ്മീഷനിങ് നടത്താത്ത പമ്പുകൾക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങുന്നത് കുറയ്ക്കുക. മാക്സിമം അത് ഡയറക്റ്റ് ഏതെങ്കിലും ഓതറൈസ്ഡ് ഡീലറുടെ അടുത്ത് നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വാറണ്ടി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഗ്രാൻഫോസ് CM സീരീസിൽ വരുന്ന ബൂസ്റ്റർ പമ്പുകളെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും ഗ്രാൻഫോസിൻ്റെ പ്രൈസിങ് കുറച്ച് കൂടുതലാണ്. നമ്മുടെ നോർമൽ കിട്ടുന്ന പമ്പുകളെക്കാളും ക്വാളിറ്റി കൂടുതലാണ്, അതേപോലെ തന്നെ വിലയും കൂടുതലാണ്. അപ്പോൾ ചിലർ പറയും ഇത് മറ്റേ പമ്പ് വാങ്ങിച്ചിട്ട് ബാക്കി പൈസ നമുക്ക് കയ്യിൽ വെക്കാമല്ലോ എന്നൊക്കെ പറയും. അതിലൊരു യുക്തിയില്ലാത്ത കാര്യമാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഉള്ള പോലെ തന്നെ പലതും പല റേഞ്ചിൽ വരുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൂടിയ കാറ് വാങ്ങാൻ പോകുന്ന ആളോട് പറയുകയാണെങ്കിൽ നമുക്കൊരു കുറഞ്ഞ കാറ് വാങ്ങിച്ചിട്ട് ബാക്കി കാശ് കയ്യിൽ വെക്കാമല്ലോ എന്ന് പറയുന്ന ഒരേ യുക്തി തന്നെയാണ്. ചിലർ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതായത് ഫൈനസ്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ചിലർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ പറയുകയാണെങ്കിൽ ഇത്രയും വിലയ്ക്ക് സാധനം വാങ്ങുന്നതിലും നല്ലത് 2 വാങ്ങിച്ച് വയ്ക്കാമല്ലോ എന്നൊക്കെ പറയുന്ന ഒരു വെറുതെ ഒരു മുട്ടാപ്പോക്ക് ന്യായം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങട്ടെ, അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി അവർ അന്വേഷിക്കട്ടെ, അവർക്ക് തൃപ്തിയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാൻഫോസ് പമ്പിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്